സംവിധായകൻ രഞ്ജിത്തിനെതിരായ യുവാവിന്റെ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചു കോടതി. പരാതിക്കാരൻ പറഞ്ഞത് മുഴുവൻ വിശ്വസനീയമല്ല. 12 വർഷം പരാതി നൽകി. 307 താഴെയാണോ 290 IPC? എൻ്റെ ഇൻസ്റ്റാഗ്രാം, എൻ്റെ ഫേസ്ബുക്ക് ID എല്ലാത്തിലും നിറയെ കമൻസ്, ഒരുപാട് കമൻസ്, പ്ലെന്റി ഓഫ് കമൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന് റീപ്ലൈ കൊടുക്കും. ഡയറക്ടർ രഞ്ജിത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഇത് എങ്ങോട്ടായി കഥകൾ? ഹേമ കമ്മിറ്റിയും ഇപ്പൊ എവിടെ പോയി? ആരും ഒന്നും അനക്കുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഹേമ കമ്മിറ്റിക്കാരെ എവിടെ പോയി? ഞങ്ങൾ ശക്തമായിട്ട് പോരാടുമെന്ന് പറഞ്ഞ ധീര വനിതകളൊക്കെ എവിടെ പോയി? ഞാൻ ആലോചിക്കുകയാണ്. രഞ്ജിത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. ഓക്കെ, സംഭവം എന്താന്ന് വെച്ചാൽ, താജ് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത് 2015. രഞ്ജിത്തിനെതിരെ യുവാവിന്റെ പീഡന പരാതി വ്യാജം, അഭിഭാഷകൻ. ഓക്കെ, അപ്പം ഇത് ഉദ്ഘാടനം ചെയ്തത് 2015. ഇവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് 2012 സംഭവിച്ചു എന്നുള്ള രീതിയിലാണ്. അത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് എന്താ പറയണ്ടേ, ജാമ്യം കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുവരെ വന്ന കേസ് വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും കേസ് ജെന്യുവനായിട്ട് തോന്നിയിട്ടുണ്ടോ? എല്ലാവരും വന്ന് ഏതാണ്ടൊക്കെ ഇരുന്ന് മീഡിയ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വിളമ്പുകയും ചെയ്ത്, അല്ലാതെ ഒന്നും നടന്നിട്ടില്ല സത്യത്തില്. ഇതിപ്പോ കുറച്ച് ദിവസം ആൾക്കാർക്കും ട്രോളന്മാർക്കും എന്താ പറയണ്ടേ, ഈ യൂട്യൂബേഴ്സ്മാർക്ക്, ഞങ്ങൾക്കാണെങ്കിൽ പോലും ഒരു കണ്ടന്റ് ആയിപ്പോയി. അത്രേ ഉള്ളൂ ഈ ഒരു സംഭവം. അന്ന് ബാല വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, ഒരു 7 ദിവസം 8 ദിവസത്തിന്റെ അപ്പുറം ഇത് പോകത്തില്ല, അത് കഴിഞ്ഞ് ഇതെല്ലാം മാറിപ്പോകും. ആ ഒരു സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ ന്യൂസ് വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടുപോകും. സംവിധായകൻ രഞ്ജിത്തിനെതിരായ യുവാവിന്റെ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചു കോടതി. പരാതിക്കാരൻ പറഞ്ഞത് മുഴുവൻ വിശ്വസനീയമല്ല. 12 വർഷം പരാതി നൽകാതിരിക്കാൻ മതിയായ കാരണമില്ല. സംഭവം നടന്നെന്ന് പറയുന്ന ഹോട്ടൽ 2012 പ്രവർത്തനം തുടങ്ങിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇക്കാര്യങ്ങളിൽ പറഞ്ഞത്? സെഷൻസ് കോടതിയാണ് രഞ്ജിത്തിന് 1 മാസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത്. ആ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ യുവാവിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസ്യ യോഗ്യമായ കാര്യങ്ങളല്ല. 2015 ഈ യുവാവ് പറയുന്ന ഹോട്ടൽ, താജ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ ഈ സംഭവം നടന്നത് 2012 അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന പ്ലേസ് ഓഫ് ഒക്കറൻസ് തന്നെ വളരെ പ്രധാനപ്പെട്ട എവിഡൻസ് ആണ്. അത് തെറ്റിപ്പോയിരിക്കുന്നു. മാത്രവുമല്ല, പ്രോപ്പറായിട്ടൊരു എവിഡൻസ് പോലും ഇല്ല ഇവന്റെ ഒന്നും കയ്യില്ല. ചുമ്മാ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയാ, പിന്നെ അത് കേസാവുക. മക്കളെ, കോടതി ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് പ്രൂഫ് വേണം. ഇതില്ലെങ്കിൽ ഈ പറയുന്ന ഒന്നും നടക്കത്തില്ല. നിങ്ങളുടെ വിചാരം എന്ന് വെച്ചാൽ മീഡിയയിലും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ തട്ടിവിട്ട് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം മനസ്സിലാക്കും. ഓക്കെ, പക്ഷെ ഇവിടെ ഫൈനൽ തീരുമാനം കോടതിയാണ്. അവിടെ ചെന്നിട്ട് കണസാ കുണിച്ച് അടിച്ചിട്ട് കാര്യമില്ല സത്യം. അതും താജ് ഹോട്ടലിൽ 2015 അത് ഓപ്പൺ ചെയ്തത്. അവൻ ആ പറഞ്ഞ ഹോട്ടലിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ 2012 ഈ സംഭവം നടക്കുകയും ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ആ ഹോട്ടലിന്റെ കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് പോവുകയും ഇന്ന വഴി കൂടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, സിനിമാ നടി രേവതിയുടെ കാര്യം എടുത്ത് പറയുകയും ചെയ്തു. അത് അതിനേക്കാളും വലിയൊരു ഇതായിപ്പോയി. ഇപ്പൊ അത് കറക്റ്റ് തെളിഞ്ഞു വരുവാണെങ്കിൽ ഇവന്റെ പിന്നിൽ ആരായിരിക്കും? ഇവനെ കൊണ്ട് ആരാ ഇത് പറയിപ്പിച്ചത്? ഇതൊക്കെ തപ്പിപ്പോണ്ടി വരും. സത്യം ഇപ്പൊ ഇത്രയും വന്ന് ഇപ്പം എന്താ പറയണ്ടേ, ഇപ്പം രഞ്ജിത്തിന്റെ കാര്യം സംസാരിച്ചു വന്നാണെങ്കിലും പണി കിട്ടിയത് മൊത്തം രേവതിക്കാണ്. ട്രോള് അതുപോലത്തെ രീതിയിൽ അവർ ഇൻസൾട്ട് ആവേണ്ട പരമാവധി. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓരോന്ന് തെളിഞ്ഞു വരുമ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കി. വരാതിരുന്നതിനെയും കോടതി സംശയത്തോടുകൂടി നോക്കിക്കാണുന്നു. ഇങ്ങനെ 12 വർഷം ഈ പരാതി മൂടിവെക്കാൻ തക്കതായ കാരണം യുവാവിന് പറയാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സംഭവങ്ങൾ മുഴുവൻ, പരാതിയിൽ പറയുന്ന മുഴുവൻ സംഭവങ്ങളും വിശ്വാസയോഗ്യമല്ല എന്നാണ് ഇപ്പോൾ കോടതിയുടെ ഈ നിരീക്ഷണം. ഇടക്കാല ജാമ്യത്തിന്റെ ഉത്തരവിലാണ് നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത്. സംവിധായകൻ രഞ്ജിത്തിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് ഇടക്കാല ആശ്വാസം അനുവദിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവും അതിൽ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളും. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ.
കേസിന് വലിയ എന്താ പറയണ്ട നിലനിൽപ്പ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉടനെ തന്നെ ഇതിന്റെ ഒരു തീരുമാനമാവും. പിന്നെ ആ ചെറുക്കന് ഒരു സ്റ്റാൻഡില്ല. അവൻ ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറഞ്ഞത്. ഇപ്പം എന്താ കേസിന് വലിയ ഇതൊന്നും ഇല്ല. പിന്നെ ഒരുപാട് ആൾക്കാർ എന്റെ എന്താ പറയണ്ടേ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഫോൺ വിളിക്കാറുണ്ട്. കോഴിക്കോട് എന്താ പറയണ്ടേ അവൻ ജോലി ചെയ്യുന്നിടത്ത് തന്നെ അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ പ്രശ്നമായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. പിന്നെ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ എന്താ പറയണ്ടേ ഇപ്പം നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഇതിൽ നിന്ന് പിന്മാറിയാൽ നിനക്ക് എന്താ പറയണ്ടേ നിന്റെ ലൈഫിൽ തന്നെ ഒരു നല്ല ഇതായിട്ട് നിനക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കുറച്ച് ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇവ മീഡിയ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന ഒരാളെ എന്തായാലും അവൻ കേസ് കൊടുത്തൊരു വ്യക്തിയാണ്. ആരെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുവോ? എനിക്കറിയാൻ പറ്റത്തുണ്ടോ ചോദിക്കുക. ഈ വിളിക്കുന്നവൻ അത്ര പൊട്ടനാണോ? ഒരു സാമാന്യ ബോധമുള്ള ഒരുത്തനും വിളിക്കാറില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പോലെ സംസാരിക്കാറില്ല, ഭീഷണിപ്പെടുത്താറുമില്ല. അല്ലെങ്കിൽ അതിന്റെ തെളിവുകളോ ഈ പറയുന്നവൻ ഇൻസ്റ്റ മെസ്സേജ് അയച്ചോ അതിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ അവൻ തെളിവും കാര്യങ്ങളും എടുത്തു വെക്കട്ടെ. ഇതൊന്നുമില്ല. ഓക്കെ, എന്തായാലും ബാക്കി അവൻ സംസാരിക്കുന്നതെന്ന് ഞാൻ വെച്ചുതരാം. ലൈക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം, എൻ്റെ ഫേസ്ബുക്ക് ID എല്ലാത്തിലും നിറയെ കമൻസ്, ഒരുപാട് കമൻസ്, പ്ലെൻറ്റി ഓഫ് കമൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന് റീപ്ലൈ കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. കാരണം എനിക്ക് വരുന്ന എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും കാലം പറയാതിരുന്നു. പിന്നെ അതിനേക്കാൾ അപ്പുറം ഇപ്പം രഞ്ജിത്തിന് ഇതിന് മുമ്പുള്ള ഒരു കേസിലെ മുൻകൂർ ജാമ്യം കിട്ടി. അതുപോലെ തന്നെ ഇപ്പം നിവിൻ പോളിക്കെതിരെ ഒരു കേസ്, അത് ഏകദേശം ഫേക്ക് ആണെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധതയുണ്ടോ എന്ന് ആളുകൾ ഒന്നുകൂടി ചിന്തിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് സൈബർ ബുള്ളിങ് എനിക്ക് നല്ലോണം ഉള്ളത്. അപ്പോൾ ഞാൻ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ്. സത്യം പറയുകയാണെങ്കിൽ എന്നെ ഫോൺ തുറക്കാൻ പറ്റുന്നില്ല, അത്രയും മെസ്സേജുകളാണ് എനിക്ക് വരുന്നത്. പക്ഷേ ഇതിൽ വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. ഒരു 80% ആൾക്കാരും പോസിറ്റീവാണ്. അവർ പറയുന്നത് ഞങ്ങൾ കൂടെ ഉണ്ട്, സത്യം എന്തായാലും പുറത്തു വരും. പിന്നെ ഇത് ഒരു 10 വർഷം മുമ്പ് നടന്ന സംഭവമായതിനാൽ വിശ്വസിക്കോടാ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നീയൊക്കെ പറയുന്നതിന് ഒരു ഇത് വേണ്ടേ? ഒരു കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം സംസാരിക്കണം. അതില്ലെങ്കിൽ പിന്നെ എന്തിനേക്ക് വന്നിട്ട് ഈ സംസാരിക്കുന്നത്? അതുകൊണ്ടല്ലേ പിന്നെ ആൾക്കാരുടെ അടുത്ത് മലത്തി അടിക്കുന്നത്. ഉറപ്പാണ് ഇതിന് എത്രയൊക്കെ പോയാലും ശരി, നീ ഇപ്പോൾ ഒരു റീലോ പോസ്റ്റോ എന്തിട്ടെന്ന് പറഞ്ഞാലും നിന്നെ എടുത്തിട്ട് ആൾക്കാർ പഞ്ഞിക്കിടും. ഇതിൽ അവനല്ലേ ഇപ്പം നിന്റെ റീലോ ഓരോന്ന് ഇങ്ങനെ പൊക്കി ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ താഴെയും ഇതിലല്ല അവനല്ലേ, ഇല്ല രഞ്ജിത്ത് സാറിനെ കുറിച്ച് പറഞ്ഞവനല്ലേ, അയ്യ അവനാണോ ഇത്, ആ രീതിയിൽ ഇങ്ങനെ സംസാരം പോവും. അപ്പം മോനെ നീ പറയുന്ന കൂട്ടല്ല, ഇന്ന് ഇവിടെ നിന്ന് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയും നല്ല രീതിയിൽ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സീരിയസ് ആയിട്ട് പറഞ്ഞല്ല. കാരണം അതാണ് ഇപ്പം സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതിനു ശേഷം ഒരുപാട് കള്ളത്തരങ്ങൾ ഇപ്പം അറിയാലോ. ഒരു ചെറിയൊരു കള്ളം പൊക്കി അപ്പം പിന്നെ ട്രോളായിരിക്കും. ട്രോളാവുമാർ 1-2 മിനിറ്റിന്റെ ഇടക്കത്തുള്ളെങ്കിലും പോലും 5, 6, 7, 8 ലക്ഷം ആക്കിയ ആൾക്കാരാണ് ഈ കാണുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണെങ്കിൽ ആൾക്കാരെങ്ങനെ എന്താ പറയണ്ട, ഒരു 10K അല്ലെങ്കിൽ 20K ഓക്കെ 1 lakh കൂട്ടിക്കോ. പക്ഷെ മറ്റേതൊക്കെ മില്യൺ കണക്കിനാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഈ പ്രശ്നം വരുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി. ഓക്കെ, അന്നേരത്തെ ഒരു ഇതിന് വേണ്ടി എടുത്ത് ചാടുന്നതിന്റെ കുഴപ്പമാണ് ബ്രോ. അതാണ് പിന്നീട് അത് നിങ്ങൾക്ക് തന്നെ ദോഷം. അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ എന്താ പറയുക, അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ടെൻഷനുണ്ട്. അപ്പോൾ സ്റ്റിൽ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റാൻഡ് ബൈ ആണ്. ഭീഷണിയോ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ട്? ഈ ഒരാഴ്ച മുമ്പ് എനിക്ക് കുറച്ച് കോൾസ് വന്നിരുന്നു. അത് ഞാൻ ഈ സ്പെഷ്യൽ ടീമിനോട് പറഞ്ഞു. അതിൽ ആദ്യം അവർ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ മറ്റൊന്നുമല്ല, ലൈക്ക് എന്തിനാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, ഇതുമായി മുന്നോട്ട് പോയാൽ, അഥവാ ഞാനും കോഴിക്കോട് ജീവിക്കുന്ന ഒരാളാണ്. സോ എനിക്ക് എൻ്റെ പ്രൊഫഷനുണ്ട്. അപ്പം എൻ്റെ പ്രൊഫഷനും അത് ബാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ഇത്രയും വലിയ കോൺസിക്വൻസ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ എന്തിനാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ നീ നേരിടാൻ പോകുന്ന കാര്യങ്ങൾ, അപ്പോൾ ഇതിൽ നിന്ന് പിന്മാറിക്കൂടെ എന്നുള്ള ചില ആളുകളുടെ ചോദ്യങ്ങളെ ഞാൻ പറഞ്ഞത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാൻഡ് ബൈ ആണ്. അതിലെനിക്ക് മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വേറൊരു തലത്തിൽ അവർക്ക് എന്താ, നമ്മൾ ഈ ആൾക്കാർ പൊട്ടന്മാരല്ല ബ്രോ. ഈ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയ സ്റ്റാൻഡൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഡേറ്റ് മാറും, അല്ലെങ്കിൽ ഹോട്ടലിന്റെ കാര്യം ഒന്ന് ആലോചിക്കുക. അപ്പോൾ കോടതിയിൽ ഇത് വക്കീൽ നല്ല അടിപൊളിയായിട്ട് അത് അദ്ദേഹം പ്രസന്റ് ചെയ്തു. തെളിവ് സഹിതം അദ്ദേഹം ഓരോന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. അവസാനം തന്നെ ഇവനെ തന്നെ പണിയാവത്തുള്ളൂ. ഇപ്പം നിന്റെ കൂടെ ആരൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ അപ്പുറത്തെ WCCയും കാണത്തില്ല, ഇവരും കാണത്തില്ല. കാരണം രേവതിയുടെ പേര് പറയുകയും ചെയ്തു. അതുകൊണ്ട് നീ വേറെ ആര് ഒറ്റപ്പെട്ടു പോയ എന്താ പറയണ്ടേ, കൂടെ സപ്പോർട്ടിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ കൂടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ ബ്രോ.
തന്നെ ഫൈറ്റ് ചെയ്ത് കയറി വാ, അതായിരിക്കും നല്ലത്. അപ്പൊ രഞ്ജിത്തിന്റെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതുവരെ വന്ന കേസിന്റെ ഒന്നിനും ഒരിതുമില്ല. അപ്പൊ എന്തുവാണ് ഇപ്പൊ സത്യത്തിൽ ഈ സംഭവിച്ചിരിക്കുന്നത്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിട്ട് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ കേസിന് ഒരു ഇത് കിട്ടുമെന്ന് കണ്ടിട്ടാണോ? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുമോ. ഇപ്പൊ അതിന്റെ ചൂടും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിന്റെയും ചൂടും കാര്യങ്ങളും പറഞ്ഞു. വയനാട്ടിലെ അത് നിന്നു അർജുൻ, വേണ്ട ഇപ്പൊ ഇത്, ഇനി അടുത്തത് ഇനി എന്തുവാണാവോ. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് ഡെയിലി ചിലപ്പോൾ ഒരു വീഡിയോ 2 വീഡിയോ ഒക്കെ കഷ്ടിച്ചേ കാണത്തുള്ളൂ. ഓക്കെ ബൈ. എന്തായാലും നമ്മളെന്നും ഉണ്ട്.